ഡൽഹി സമരത്തിൽ പങ്കെടുത്ത കെ.സി. വേണുഗോപാലും ജോൺ ബ്രിട്ടാസും എം.എ. ബേബിയും സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള PSC ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി സമരം ചെയ്യാൻ തയ്യാറാണോയെന്ന് BJP നിയമസഭാ കക്ഷി നേതാവ് ബി ഗോപകുമാർ. PSC ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ഇക്കാര്യം CBI പോലെയുള്ള കേന്ദ്ര ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും ബി ഗോപകുമാർ കൊല്ലത്ത് ആവശ്യപ്പെട്ടു. ഇവിടെ 10 വർഷക്കാലത്തെ PSCയിൽ നടന്നിട്ടുള്ള വ്യാപകമായ ക്രമക്കേട് കേരളത്തിലെ ലക്ഷോപലക്ഷം ഉദ്യോഗാർത്ഥികളുടെ സ്വപ്നങ്ങളെയാണ് ഇല്ലാതാക്കിയത്. വളരെ മിടുക്കരായി പഠിച്ച് ഹാർഡ് വർക്ക് സ്മാർട്ട് വർക്കും ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ സമരത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച് വളരെ കൃത്യമായ ഒരു അന്വേഷണം CBI പോലുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷണം നടത്തി കേരളത്തിലെ PSC ഉദ്യോഗാർത്ഥികളുടെ അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ ഈ ഗവൺമെൻറ് തയ്യാറുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ജന്തർ മന്ദറിലെ സമരത്തിൽ കെ.സി. വേണുഗോപാലും ജോൺ ബ്രിട്ടാസും എം.എ. ബേബിയും ഒക്കെ പങ്കെടുത്തു. അവരിപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ PSC ഉദ്യോഗാർത്ഥികൾ നടത്തുന്ന ആ സമരത്തിൽ ഇതേപോലെ പങ്കാളിയായി അവർക്ക് പിന്തുണ അറിയിക്കാൻ തയ്യാറുണ്ടോ? SM മനോജ് വിശദാംശങ്ങൾ നൽകും കൊല്ലത്ത് നിന്ന്. മനോജ്, വളരെ പ്രസക്തമായ ചോദ്യമാണ് BJPയുടെ നിയമസഭാ കക്ഷി നേതാവ് ചോദിക്കുന്നത്. കാരണം ജന്തർ മന്ദറിൽ പോയി വലിയ ആവേശത്തിലായിരുന്നു M.A. ബേബിയും ജോൺ ബ്രിട്ടാസും ഒക്കെ. പക്ഷേ ഇവർക്ക് ആകെ സ്വാധീനമുള്ള ഒരേ ഒരു സംസ്ഥാനം കേരളമാണെന്ന് നമുക്കറിയാമല്ലോ. ഇവരാണ് 10 വർഷക്കാലം അധികാരത്തിലിരുന്നതും. ഇനി ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന കോൺഗ്രസിൻ്റെ MPമാരാകട്ടെ അവരും ജന്തർ മന്ദറിലുണ്ടായിരുന്നു. പക്ഷേ ഇവരാരും സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന അനിശ്ചിതകാല സമരങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുന്നേയില്ല. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് BJP നിയമസഭാ കക്ഷി നേതാവ് ഉന്നയിച്ചത്? ഗൗതം, ഓരോ ദിവസവും PSC നിയമന ക്രമക്കേടിൽ ഉയർന്നു കേൾക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. കാരണം കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ കേരളത്തിലെ ഉദ്യോഗാർത്ഥികളെ PSC വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം BJP നിയമസഭാ കക്ഷി നേതാവായിട്ടുള്ള ബി ഗോപകുമാർ പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട സമഗ്രമായ അന്വേഷണം അത് CBI തന്നെ അന്വേഷിക്കണം, അതിനുവേണ്ടി സംസ്ഥാന സർക്കാർ തയ്യാറാവണമെന്നുള്ള ആവശ്യവുമായാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. ഇതിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം അദ്ദേഹം ഉന്നയിക്കുന്നത് CJPയുടെ സമരം അത് ഡൽഹി ജന്തർ മന്ദറിൽ നടക്കുമ്പോൾ അവിടേക്ക് ഐക്യദാർഢ്യവുമായി പോയ ജോൺ ബ്രിട്ടാസ്, അതോടൊപ്പം തന്നെ M.A. ബേബി, അതോടൊപ്പം കെ.സി. വേണുഗോപാൽ, ഇവരൊക്കെ കേരളത്തിൽ നടക്കുന്ന സമരം കാണുന്നുണ്ടോ? അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള PSC ഉദ്യോഗാർത്ഥികളുടെ സമരം അതിന് ഐക്യദാർഢ്യവുമായി എത്തുമോ, അവരോടൊപ്പം ചേർന്ന് സമരം ചെയ്യുമോ എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ 10 വർഷക്കാലം LDF ഭരണം, അതിനുശേഷം UDF ഭരണത്തിലായിരുന്നു. ഈ രണ്ട് മുന്നണികളിലും അല്ലെങ്കിൽ രണ്ട് പാർട്ടികളിലുമുള്ള CPM ആവട്ടെ, CPI ആവട്ടെ, കോൺഗ്രസ് ആവട്ടെ, ഇതിലെ നേതാക്കളൊന്നും തന്നെ ഈ PSC സമരത്തിന്, PSC ഉദ്യോഗാർത്ഥികളുടെ സമരത്തിന് ഐക്യദാർഢ്യവുമായി എത്തുന്നില്ല എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. അതായത് കേരളത്തിലെ PSC എന്നുള്ളത് പിണറായി സതീശൻ കമ്മീഷനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ബി ഗോപകുമാർ MLA പറയുന്നത്. ഇതിൽ മറ്റൊരു കാര്യമുണ്ട്. കേരളത്തിൽ ഉദ്യോഗാർത്ഥികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. വെള്ളർട സ്വദേശിയായിട്ടുള്ള അനു ആത്മഹത്യ ചെയ്തത് റാങ്ക് ലിസ്റ്റിൽ പേരുണ്ടായിട്ടും ജോലി ലഭിക്കാത്തതിനെ തുടർന്നാണ്. അതോടൊപ്പം തന്നെ കോഴിക്കോട് സ്വദേശി ആത്മഹത്യ ചെയ്തു. അങ്ങനെ നിരവധി ആത്മഹത്യകൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഇവരുടെ കുടുംബത്തിനെ സർക്കാർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതോടൊപ്പം തന്നെ ഒരുപാട് ആരോപണങ്ങൾ, ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പ്രതീക്ഷ അർപ്പിക്കുന്ന PSC ഓരോ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ, കഴിഞ്ഞ ദിവസം തന്നെ ചോദ്യപേപ്പർ ചോർച്ച നടന്നു. അത്തരത്തിൽ വിഷയങ്ങൾ തുടർച്ചയായി നടക്കുമ്പോൾ അതിനെതിരെ ഒരു അക്ഷരം മിണ്ടാൻ ഇവിടെയുള്ള ഈ പ്രതിപക്ഷ കക്ഷികൾ, അതായത് കോൺഗ്രസ് നേതാക്കളടക്കം കെ.സി. വേണുഗോപാൽ അടക്കം മിണ്ടുന്നില്ല എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. അതേസമയം തന്നെ ഈ CJP സമരവുമായി ബന്ധപ്പെട്ട കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അത് ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജി വയ്ക്കുകയുണ്ടായി. എന്നാൽ ഈ കേരളത്തിൽ നോക്കുമ്പോൾ PSCയിൽ ദിവസങ്ങൾ തോറും നടന്നു വരുന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നടന്ന ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെടെ ഉത്തരവാദിത്തപ്പെട്ടവർ ഈ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതാണ്. അത് ഏറ്റെടുത്തുകൊണ്ട് രാജി വെക്കേണ്ടതാണ്. പക്ഷേ അതൊന്നും തന്നെ ചെയ്യാൻ തയ്യാറാവുന്നില്ല, അല്ലെങ്കിൽ അവരോട് രാജി ആവശ്യപ്പെടുന്നുമില്ല. സർക്കാർ അത്തരത്തിലുള്ള ഇടപെടൽ നടത്തുന്നുമില്ല എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. കൃത്യമായും BJP മുന്നോട്ട് വെക്കുന്ന ആവശ്യം PSC ചെയർമാനെയും അംഗങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് ഒരു അന്വേഷണം, അത് കേന്ദ്ര ഏജൻസി ആയിട്ടുള്ള CBI അന്വേഷിക്കണമെന്നുള്ള ആവശ്യമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇത് സംസ്ഥാന സർക്കാർ ഈ ആവശ്യവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള അഭ്യർത്ഥന കൂടെ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കാരണം PSC എന്നുള്ളത് ചില താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല എന്നുള്ള കൂടെ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ 10 വർഷക്കാലം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് മനസ്സിലാവുന്നത് കത്തിക്കുത്ത് കേസിലെ പ്രതികൾ
ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടെ ശിവരഞ്ജിത്ത് അടക്കമുള്ളവരെ അന്ന് PSC റാങ്ക് ലിസ്റ്റിൽ കയറിപ്പറ്റിയത് എങ്ങനെയാണെന്നും ഏത് തരത്തിലാണെന്നുമൊക്കെ അന്വേഷിച്ച് കണ്ടെത്തണം. അതായത് ഇത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടി മാത്രം PSC വിട്ടുവീഴ്ചകൾ നടത്തി മറ്റുള്ള ഉദ്യോഗാർത്ഥികളെ വഞ്ചിക്കുകയാണ് എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമായും പറയുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയെന്നോണം ഇപ്പോൾ UDF സർക്കാർ ഇരിക്കുന്ന കാലത്തും PSCയിൽ നടന്നു വരുന്ന സംഭവങ്ങൾ. എന്തായാലും സെക്രട്ടേറിയറ്റിന് മുന്നിൽ മണ്ണ് വാരിത്തുന്ന ഉദ്യോഗാർത്ഥികളുണ്ട്. അവരെയൊക്കെ കണ്ണീരിൻ്റെ വില അത് ഡൽഹിയിൽ സമരത്തിന് പോയി അവർ അറിയുന്നില്ലേ എന്നുള്ള ചോദ്യം തന്നെയാണ് ഉയർന്നത്. എന്തായാലും ഈ ഒരു സമരവുമായി ബന്ധപ്പെട്ട PSC ഉദ്യോഗാർത്ഥികളുടെ സമരം അതിങ്ങനെ നിൽക്കുമ്പോൾ എന്തുകൊണ്ട് ഇവർ ഡൽഹിയിലേക്ക് മാത്രം പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് അല്ലെങ്കിൽ CPM നേതാക്കൾക്ക് ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ, അതായത് PSC ഉദ്യോഗാർത്ഥികളുടെ ആവശ്യങ്ങളൊന്നും തന്നെ അവരുടെ കണ്ണുകളിൽ കാണില്ല എന്നുള്ളതാണ്. സമഗ്രമായിട്ടുള്ള അന്വേഷണം ആവശ്യപ്പെടുകയാണ് ഇപ്പോൾ ഈ സംഭവത്തിൽ BJP. ഓക്കെ വ്യക്തമാണ്. ഏതായാലും ഡൽഹി ജന്തർ മന്ദറിൽ പോയി ഷോ ഓഫ് കാണിച്ച ജോൺ ബ്രിട്ടാസും KC വേണുഗോപാലും ഒക്കെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന സമരങ്ങൾ കാണുന്നുണ്ടോ എന്ന പ്രസക്തമായ ചോദ്യം BJPയുടെ നിയമസഭാ കക്ഷി നേതാവ് BB ഗോപകുമാർ ഉന്നയിച്ചിരിക്കുന്നു. CBI അന്വേഷണം PSC ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നടത്തണം എന്ന ആവശ്യവും BJP MLA കൊല്ലത്ത് വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചിരിക്കുന്നു. M. മനോജാണ് വിശദാംശങ്ങൾ നൽകിയത്.